ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ചെറിയൊരു ഫുൾ വീഡിയോ ആണ് കേട്ടോ. ചെറുതെന്ന് പറഞ്ഞാൽ ചെറുത് എൻ്റെ കൃഷി കാണിച്ചു തരാം കേട്ടോ. വാടക വീടാണെങ്കിലും ഞങ്ങൾ കുറച്ചൊക്കെ കൃഷി ചെയ്യും കേട്ടോ. ആദ്യം എൻ്റെ ചെടി കളക്ഷൻ കണ്ടാലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെടി കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ എൻ്റെ ഏട്ടായിയുടെ കളക്ഷനാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ഇതിൽ ചേര നട്ടിട്ടുണ്ട്, ചുവപ്പും ഉണ്ട് പച്ചയും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ചെടിയുടെ കളക്ഷൻ ഉണ്ടോ, ഈ ചെടി കളക്ഷൻ കണ്ടോ. പിന്നെ ഇതാ നമ്മൾ ഞവരയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് വയ്യായി വരുമ്പോൾ നമുക്ക് പിള്ളേരുടെ നെറ്റിയിലൊക്കെ പിഴിഞ്ഞ് തലയിലൊക്കെ പിഴിഞ്ഞ് ഒഴിക്കാൻ നമ്മൾ ഈ ചെടികൾ കണ്ടോ ഇങ്ങനെ ഡിസൈൻ പോലെ അലങ്കരിച്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മളുടെ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി മൈലാഞ്ചി വേണമെങ്കിൽ കയ്യിലൊക്കെ ഇട്ട് അരച്ചിടാമല്ലോ. പിന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കൈതയോല പോലത്തെ കുറച്ചധികം ചെടികളാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ഇനി വരുമ്പോൾ അതേ കളക്ഷൻ്റെ 3-4 പീസ് ചെടികളാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ കളക്ഷനാണ് കേട്ടോ. ഇതിൻ്റെ കളക്ഷൻ ഒരു മുള്ളിച്ചെടിയാണ്. പിന്നെ ഉള്ളത് ഇതാക്കണ്ടോ, ഇത് നമുക്ക് ഏട്ടൻ ഒരു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നമുക്ക് ഫ്രൂട്ടില്ലേ, ഡ്രാഗൺ ഫ്രൂട്ടില്ലേ, ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്രൂട്ട് വിരിഞ്ഞിട്ടില്ല, ആൾ നന്നായി വരുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതാ പല വെറൈറ്റീസിലധികം നമ്മുടെ മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. വലുതും ചെറുതായിട്ടുള്ള പല പല കളക്ഷൻ എന്താ അങ്ങേയറ്റം വരെ ചേട്ടൻ്റെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, മീൻകുളമാണ്. ഈ മീൻകുളത്തിൽ കുറച്ച് 5-6 പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊപ്പം കിടക്കുവാണ് ഈ മണി പ്ലാന്റ്. പിന്നെ നമുക്കിതാ ഒരു ചെടി കളക്ഷൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പാവലുണ്ട്. പിന്നെ മുരിങ്ങ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മുരിങ്ങ പിടിച്ചില്ല, പിടിച്ച് വരുന്നതേ ഉള്ളൂ. പൂവൊക്കെ വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്ക പിടിച്ചില്ല കേട്ടോ. മുരിങ്ങ നമ്മൾ നട്ടിട്ടുണ്ട് 2 എണ്ണം കേട്ടോ. പിന്നെ നമ്മൾ കറ്റാർ വാഴയാണ് കേട്ടോ നട്ടിരിക്കുന്നത്. കറ്റാർ വാഴ നമുക്ക് തലയിൽ എണ്ണയൊക്കെ കാച്ചാനൊക്കെ ഉപകാരമാണല്ലോ. പിന്നെ നമ്മൾ അവിടെ കുറച്ച് കളക്ഷൻ ഉണ്ട് കേട്ടോ. ആമ്പൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആമ്പൽ പൊഴിഞ്ഞൊക്കെ പോയി വന്നിട്ട്. പിന്നെ റോസയുടെ 3-4 കളക്ഷൻ ഉണ്ട്. പിന്നെ കറിവേപ്പില ഉണ്ടോ, ഇത് നമ്മുടെ കറിവേപ്പില കളക്ഷനാണ് കേട്ടോ. കറിവേപ്പില ഇത് നമുക്ക് കറിയിലൊക്കെ ഇടാനായിട്ട് നമ്മൾ നട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ കുറച്ച് മുളകിൻ്റെ ഐറ്റംസാണ് കേട്ടോ. പിന്നെ നമ്മൾ കത്തിരിക്ക നട്ടിട്ടുണ്ട്, കോളിഫ്ലവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ മണി പ്ലാന്റാണ്. പിന്നെ ഇത് മുളക്, ഇത് നമ്മുടെ തക്കാളി, പിന്നെ ഇത് തുളസിയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വാസ്തുശാസ്ത്ര ചെടിയില്ലേ, അതാണ്, പേരൊന്നും എനിക്കറിയില്ല, ചേട്ടൻ ജോലി സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ ഇത് നല്ലൊരു നമുക്കൊരു വില്ലേജ് ലുക്കാണ് കേട്ടോ. നമ്മുടെ കളക്ഷനാണ്. കോവയ്ക്കയാണ് കേട്ടോ. കുറച്ച് വാടലും ഒക്കെ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് കുറേയധികം ഇതിൽ നിന്ന് കായ കിട്ടിയിട്ടുണ്ട് വിഴുക്ക് വരട്ടാനായിട്ട് കേട്ടോ. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയുണ്ട്. പിന്നെ ചീര കുഞ്ഞായിട്ട് പൊടിച്ച് വരുന്നുണ്ട്. പിന്നെ അതെല്ലാം ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ, അവരൊക്കെ വരുന്നതാണ്. പിന്നെ ഉള്ളത് നമുക്ക് വീണ്ടും കറിവേപ്പില, വീണ്ടും നമുക്ക് വള്ളിപ്പയർ നട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് മൊത്തവും നമുക്ക് വള്ളിപ്പയറാണ്. അവിടെ ഒരു മുരിങ്ങ നട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചിക്കുവിൻ്റെ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കു നിറയെ വന്നു, നമ്മൾ കഴിക്കാത്തത് പൊഴിഞ്ഞ് പോയി കേട്ടോ. പിന്നെ അവിടെ 2 വാഴ നമ്മൾ നട്ടിട്ടുണ്ട്, അതൊക്കെ ഒടിഞ്ഞൊക്കെ വീണു. പിന്നെ മൊത്തം കാടാ ഗൈസ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. പണി വല്ലതും കിട്ടിയാലോ, ഇപ്പം മഴയത്തൊക്കെ വെയിലത്തും ചൂടത്തൊക്കെ കയറി കിടക്കൂലേ നമുക്ക്, അതുകൊണ്ട് പേടിയുള്ളതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് പോകണില്ല. നമുക്കിനി ഫ്രണ്ട് വാങ്ങാനാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം കേട്ടോ. അപ്പം നമ്മൾ വയനയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വയനയില നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് റോസാപ്പൂ കളക്ഷൻ ആണ് കേട്ടോ. പല വെറൈറ്റീസുള്ള റോസാ കളക്ഷൻ. പിന്നെ നമ്മൾ തെറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തെറ്റി, പിന്നെ ഇങ്ങനത്തെ ഒരു പൂവ്, പിന്നെ ഈ പൂച്ചെടി, ഇതൊക്കെ നമ്മൾ നട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഗൈസ്. കളക്ഷനൊക്കെ വളരെ കുറവാണ്, എങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലെ കളക്ഷൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കണം, സ്വന്തം വീടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണം കേട്ടോ. പിന്നെ എൻ്റെ കുഞ്ഞുണ്ടോ, ഈ ഓട്ടോയിൽ വന്നിരുന്ന് ഫോണെന്തോ മേടിച്ചിട്ട് കുത്തിക്കുറിക്കുകയാണ് കേട്ടോ. അവളുടെ ജോലി ഇതാണ്, ഫോണിലിപ്പോൾ കുത്തിക്കുറിക്കലാണ് കേട്ടോ പരിപാടി. എന്തൊക്കെയാണോന്ന് ആർക്കറിയാം. അവൾക്ക് ഇങ്ങനെ ഫോൺ കുത്തിക്കുറിച്ച് ഓരോന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യണം, ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണം കേട്ടോ. എനിക്ക് സബ് വളരെ കുറവാണ്, ആരും എനിക്ക് സബ് ചെയ്യണില്ല, അതുകൊണ്ട് എനിക്ക് എല്ലാവരും സബ് ചെയ്യണം കേട്ടോ. അപ്പം ടാറ്റാ, ബൈ ബൈ, ഓക്കെ.